ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഹെയറി ബോയ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹെയർ കെയറിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലൻ ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, പലരും എന്നോട് ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്, ബ്രോയ്ക്ക് ഇത്ര ഹെയർ ഒക്കെ ഉള്ളതല്ലേ, ചൊറിച്ചിലൊക്കെ ഉണ്ടോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു ചൊറിച്ചിലുമില്ല. ഈ മുടി കാണുമ്പോൾ നാട്ടുകാർക്കുള്ള ചൊറിച്ചിലേ ഉള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അത് ഇനി അഥവാ ചൊറിച്ചിലുണ്ടെങ്കിൽ തന്നെ അത് മാറ്റാനുള്ള ഈസി ആയിട്ടുള്ള ഒരു വഴിയുണ്ട്. അധികം കാശിലവൊന്നുമില്ല, കാശിലവില്ല. നമ്മുടെ വീട്ടിൽ ഉള്ള ഒരൊറ്റ സാധനം കൊണ്ട് നമുക്ക് ഈ ചൊറിച്ചിലും ഇൻഫെക്ഷനും താരനും പെയിന്റെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അത് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇതെന്താണെന്നും ചോദിക്കരുത്. ഇതാണ് ഇഞ്ചി. നമുക്കറിയാം ഇഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളാണ്, ഔഷധ ഗുണങ്ങൾ ഒരുപാടുള്ളൊരു സാധനമാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു ആന്റി ഫംഗൽ അല്ലെങ്കിൽ ആന്റി ബാക്ടീരിയൽ ഫാക്ടേഴ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇഞ്ചി എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് ഇന്റേണൽ യൂസ് ഉള്ള ഒരു സാധനമാണ് ഇഞ്ചി. നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പോലും, അല്ലെങ്കിൽ നമുക്കൊരു വയറുവേദനയോ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഹോം റെമഡിയാണ് ഈ പറയുന്ന ഇഞ്ചി എന്ന് പറയുന്നത്. ഇതിന് ഇന്റേണൽ യൂസ് മാത്രമല്ല, ഇതിന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം എക്സ്റ്റേണൽ യൂസ് ഉണ്ട്. നമ്മുടെ ബോഡിയിൽ പല കാര്യങ്ങൾക്കും എക്സ്റ്റേണൽ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആന്റി ഏജിങ് ഫാക്ടറാണ് ഈ പറയുന്ന ഇഞ്ചി എന്ന് പറയുന്നത്. ഇതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. ഗൈസ്, അപ്പൊ നമുക്ക് പരിപാടിയുടെ ആദ്യ ഘട്ടത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പീസ് ഇഞ്ചി എടുക്കുക. ഇത്രയൊന്നും ആവശ്യമില്ല, ഞാനത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ. ചെറിയ പീസ് മതി, ഒരു ചെറിയ പീസ്. നമ്മുടെ ആവശ്യത്തിന് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുക്കുക. നന്നായിട്ട് അതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ജാറിലേക്ക് ഇടുക. ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു പേസ്റ്റ് ഫോമിലായിരിക്കും നമുക്ക് ആ സാധനം കിട്ടുന്നത്. അതെടുത്തിട്ട് നമ്മൾ അതിന്റെ ചാറ് മാത്രം പിഴിഞ്ഞെടുക്കുക. നമുക്ക് ആ ചാറാണ് ആവശ്യം. ആ ചാറ് മാത്രമായിട്ട് പിഴിഞ്ഞെടുക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ഒരു ഫോമിൽ നമുക്ക് സാധനം കിട്ടും. അതായത് ആ ചാറ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. ഇത്രയൊന്നും ആവശ്യമില്ല. ഞാനിത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് നിർത്തി. ഇത്രയും ആവശ്യമില്ല. ഞാനിത് ആവശ്യത്തിന് മാത്രമേ എടുക്കുള്ളൂ. അവരവരുടെ ആവശ്യത്തിന് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് മാത്രം ബ്ലെൻഡ് ചെയ്ത് എടുത്താൽ മതി. കുറച്ച് മതി, വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക്. അപ്പൊ ഗൈസ്, എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 2-3 സ്പൂൺ, അത്രയും മതി, ഒരു 2-3 ടേബിൾ സ്പൂൺ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി. അതിന്റെ ആവശ്യമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് കാണിക്കാനാണ് അത്രയും ക്വാണ്ടിറ്റി എടുത്തത്. അത്രയും ആവശ്യമില്ല. അത്രയും ഒരിക്കലും തേക്കുകയും ചെയ്യരുത്. ഒരു 2-3 സ്പൂൺ മതി, എനിക്ക് അത്രയും മതിയാവും. അപ്പൊ ഞാനത് വേറൊരു ബൗളിലേക്ക് ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മാത്രമായിട്ട് നമുക്ക് തേക്കാം. ഇത് മാത്രമായിട്ട് തേക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് ആഡ് ഓൺസ് ചെയ്യാറുണ്ട്. അതായത് ഇതിന്റെ കൂടെ കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്താണ് ഞാൻ തേക്കാറുള്ളത്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ്, ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. അതായത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇവിയോൺ 400ന്റെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് മതി. അത് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതല്ലാതെ നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. അതായത് കോക്കനട്ട് ഓയിൽ. ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത്, ഞാൻ ഓയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഓയിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ കോക്കനട്ട് ഓയിൽ കാണുമല്ലോ, നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഒന്നും ആഡ് ചെയ്യാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേക്കാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. ഒന്നും ആഡ് ചെയ്യാതെ നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് തേക്കാം. അതായത് വെറും ഇഞ്ചി മാത്രമായിട്ട് അരച്ചിട്ട് നിങ്ങൾക്ക് തേക്കാൻ പറ്റും. പക്ഷെ ഞാനിത് ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഓയിലി ടെക്സ്ചറാണ് എനിക്ക് ഇഷ്ടം. അതായത് സ്കാൽപ്പിലായാലും ഹെയറിലായാലും ചെറിയൊരു ഓയിലി ടെക്സ്ചർ എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ തേക്കുന്നത്. ഇപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നോർമലി ഇഞ്ചി മാത്രമായിട്ട് തേച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. ഒരു എന്ത് പറയാനായിട്ട് അതിന്റെ ഗുണം അതിനുണ്ടാവും. പിന്നെ ഞാനത് ആഡ് ചെയ്യുന്നതിന്റെ യൂസ് ഇതാണ്, എനിക്ക് ആ ഒരു ഓയിലി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ്. നിങ്ങളിപ്പോൾ ചെയ്താലും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചെയ്താലും നല്ലത്, ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇഞ്ചിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ എടുക്കേണ്ടത് ഒരു കോട്ടൺ തുണിയാണ്. അതൊരു ചെറിയ പീസ്, നല്ല വൃത്തിയുള്ളൊരു കോട്ടൺ തുണി എടുക്കുക. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ കോട്ടൺ തുണി എടുത്ത് ചെറുതായിട്ട് തന്നെ ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തതിന് ശേഷം ഇപ്പൊ ലോങ് ഹെയർ ഉള്ളവരാണെങ്കിൽ മുടി നന്നായിട്ട് സൈഡിലേക്ക് മാറ്റിയിടുക. അതായത് ലൈൻ എടുത്ത് വേണം ഇതിട്ട് പോകാനായിട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ലൈൻ എടുത്തിട്ട് ഹെയർ സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു ലൈൻ എടുത്തതിന് ശേഷം ആ സ്കാൽപ്പിൽ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. സ്കാൽപ്പിലേക്ക് നമ്മളിത് ഈ തുണി ഉപയോഗിച്ച് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പതിയെ 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 സ്കാൽപ്പ് ഫുള്ള് കവർ ആവണം. ഇത് ഹെയറിലല്ല ഇടേണ്ടത്, സ്കാൽപ്പിലാണ് ഇടേണ്ടത്. അപ്പൊ ഈ മുടി ഇങ്ങനെ മാറ്റിയതിനു ശേഷം, ലോങ് ഹെയർ ഉള്ളവർക്കാണ് ഇതിങ്ങനെ മാറ്റിയതിനു ശേഷം ആ ലൈൻ എടുത്ത് നമ്മൾ എല്ലാ സ്കാൽപ്പും കവർ ആവുന്ന രീതിയിൽ സ്കാൽപ്പ് കംപ്ലീറ്റ് നമ്മൾ ഈ കോട്ടൺ തുണി യൂസ് ചെയ്ത് ഡിപ്പ് ചെയ്ത് മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഷോർട്ട് ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിലും കുഴപ്പമില്ല, അവരും സെയിം മെത്തേഡാണ്. പക്ഷെ അവർക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അവർ ഹെയർ ഒന്ന് മാറ്റുക, ഈ സ്കാൽപ്പിലാവുന്ന രീതിയിൽ ഫുള്ള് ഡിപ്പ് ചെയ്ത് സ്കാൽപ്പ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി ഫംഗൽ ഏജൻ്റ് ആണ് ഈ പറയുന്ന ഇഞ്ചി എന്ന് പറയുന്നത്. പലർക്കും അറിയാത്ത ഒരുപാട് നല്ല ഗുണങ്ങൾ അടങ്ങിയ ഒന്നാണ് ഇഞ്ചി. ഇതിനകത്ത് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റി ആസിഡൊക്കെയാണ്. ഇത് നമ്മുടെ ഹെയറിൻ്റെ കട്ടി കൂട്ടാനും ഹെയറിൻ്റെ ക്വാളിറ്റി കൂട്ടാനും ഹെയറിൻ്റെ ഗ്രോത്ത് കൂട്ടാനും സഹായിക്കുന്ന ഘടകങ്ങളാണ്. മാത്രമല്ല ഇഞ്ചി നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഡെവലപ്പ് ആവുന്നു, നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് സ്റ്റിമുലേറ്റ് ആവുന്നു, ഇതിലൂടെ ഹെയർ ഗ്രോത്ത് ഡെവലപ്പ് ആവുന്നു. മാത്രമല്ല ഈ താരൻ, അതുപോലെ തന്നെ ചൊറിച്ചിൽ, പെയിനിൻ്റെ പ്രശ്നങ്ങൾ, ഇൻഫെക്ഷൻസ് ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെമഡിയാണ്. ഇത് ഡെയിലി ചെയ്യണമെന്നൊന്നുമില്ല, ആഴ്ചയിൽ ഒരു 2 വട്ടം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഗൈസ്, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മാക്സിമം ഒരു 1 hour ഒക്കെ നമ്മൾ തലയിൽ ഹോൾഡ് ചെയ്യും. 1 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേനും നമ്മൾ കഴുകിക്കളയും. ഇത് തലയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പറ്റുമെന്നുണ്ടെങ്കിൽ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഡെയിലി ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്തായി കഴിഞ്ഞാലും ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്യുക. അങ്ങനെ മസാജ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഈ സംഭവം കൂടുതൽ നിങ്ങളുടെ സ്കാൽപ്പിൽ പിടിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ സ്കാൽപ്പ് മസാജ് എന്ന് പറയുന്നത്. ഒരു ദിവസത്തെ കാര്യമല്ല, എല്ലാ ദിവസവും പറ്റുമെങ്കിൽ ഒരു 10 മിനിറ്റ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിന്റെ ടെൻഡൻസി ഉണ്ടാവും. ഇതിന്റെ വേറൊരു ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും പലപ്പോഴും നമുക്ക് കിട്ടാറില്ല, നമ്മുടെ ഹെയറിൽ അത് കാണാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തലയിൽ സർക്കുലേഷൻ നടക്കാത്തതുകൊണ്ടാണ്. സർക്കുലേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു ഈസി മെത്തഡാണ് ഞാൻ പറഞ്ഞത്, സ്കാൽപ്പ് മസാജ് ചെയ്താൽ മതി. അപ്പോൾ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കും, ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ ഹെയർ നിങ്ങൾക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും, അവിടെ ഉണ്ടാവുന്ന ഒരു മാറ്റം എന്താണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ പുതിയ പുതിയ ഹെയർ കെയർ ടിപ്സുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ഹെയറി ബോയ്. താങ്ക് യു.